എൻ്റെ പൊന്നു കൈ ഇത്രയും ഒരു കുണച്ച ഒരു പടം 2.25 മണിക്കൂർ തിയേറ്ററിൽ ഇട്ട് ടോർച്ചർ ചെയ്യാന്ന് പറയില്ലേ, അമ്മാതിരി ലെവൽ ഒരു സാധനമായിരുന്നു ഇന്ന് മണിരത്നം ഡയറക്റ്റ് ചെയ്ത് നമ്മുടെ കമലഹാസനും സിംബും ഒക്കെ പ്രധാന കഥാപാത്രങ്ങളിൽ വന്ന നമ്മുടെ തഗ് ലൈഫ്. എന്തുട്ടുള്ള പടമാണ് കൈസ് എടുത്തു വെച്ചാണ്. ഫസ്റ്റ് ഹാഫ് ഒരു കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ പോയി, പക്ഷെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ എന്ത് പയ്യാന്നറിയാതെ പോണേ. എൻ്റെ അപ്പുറത്തിരുന്ന പെണ്ണം കണ്ട് 30ാമത്തെ ലെവൽ ക്യാൻഡി ക്രഷ് തീർക്കാറായിട്ട് പടം തീർന്നില്ല. അമ്മാതിരി ലാഗായിരുന്നു പടം, ഒച്ചഴയില്ലേ, അമ്മാതിരി രീതിയിലാണ് പോയത്. പിന്നെ ഈ പടത്തിന്റെ ഡ്യൂറേഷൻ തന്നെ 2.25 മണിക്കൂറുണ്ട്. 2.25 മണിക്കൂർ ആയത് തന്നെ കുറച്ച് ഇമോഷൻസ് ഒക്കെ കണക്ട് ചെയ്യിക്കാൻ വേണ്ടി സെക്കൻഡ് ഹാഫിൽ ഒരുപാട് സമയം എടുത്തു. പക്ഷെ ഇമോഷൻ ഒന്നും പേഴ്സണലി ആൾക്കാരിലേക്ക് കണക്ട് ആണോ പോലെ എനിക്ക് ഫീൽ ചെയ്തേ. എനിക്ക് തീരെ കണക്ട് ആയില്ല. എനിക്ക് ചിരിയാണോ എന്ത്. ചില സ്ഥലത്ത് ബാക്ക്ഗ്രൗണ്ട് സോങ് ഉണ്ട്, ഏതാണ്ട് സീരിയൽ കണക്കാണ് അവർ ഇട്ട് വെച്ചേക്കുന്നത് ആ ഇമോഷന്റെ സമയത്തുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ. പിന്നെ ഇതിൽ എനിക്ക് എടുത്തു പറയേണ്ട കാര്യമാണ് തൃഷ അത്യാവശ്യം സ്റ്റാർ വാല്യൂ ഉള്ള ഒരു നടിയാണ്, പക്ഷെ വിളിച്ചു വരുത്തി അപമാനിക്കുന്ന രീതിയിലുള്ള ഒരു ക്യാരക്ടറാണ് ഇതിൽ കൊടുത്തത്. പക്ക മിസ്കാസ്റ്റ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഇതിൽ ഫീൽ ചെയ്തത്. എനിക്കിത് ഇഷ്ടപ്പെട്ട ആകെ രണ്ട് കാര്യമുള്ളൂ. കമലഹാസന്റെ കുറച്ച് ഹ്യൂമറൊക്കെ ഫസ്റ്റ് ഹാഫിൽ വർക്കായിട്ടുണ്ട്. പുള്ളിയുടെ പഴയ കാലം കാണിക്കുമ്പോൾ AI വെച്ച് അത്യാവശ്യം നല്ലപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ചില സമയത്ത് ഭയങ്കര അലമ്പ് VFX ഒക്കെ ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. അങ്ങനെ സെക്കൻഡ് ഹാഫ് തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് ഇന്ത്യൻ താത്താനെയാണ് ഓർമ്മ വന്നത്. ഇന്ത്യൻ താത്ത മുമ്പിൽ വന്ന് പ്രതീക്ഷപ്പെട്ടു എന്ന പോലെയാണ് പേഴ്സണലി തോന്നിയത്. അപ്പം പടം എനിക്ക് പക്ക എന്ന് വെച്ച് കഴിഞ്ഞാൽ മടുപ്പിച്ച് വെറുത്തു പോയൊരു പടം. പിന്നെ ഇപ്പം നമ്മളെല്ലാവരും പറയുമല്ലോ സമയമൊക്കെ വേഗന്നു പോകുന്നു. പക്ഷേ ഈ പടത്തിന്റെ സെക്കൻഡ് ഹാഫ് കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും നമുക്ക് സമയത്തിന്റെ വില എന്താണ്. അങ്ങനെയാണ് ഈ പടത്തിന്റെ സെക്കൻഡ് ഹാഫ് ഒക്കെ പോണേ. അപ്പം നിങ്ങൾ പടം കണ്ടവരാണെങ്കിൽ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യുക.